ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവയ്ക്ക അച്ചാറാണ്. പാവയ്ക്ക വറുക്കാതെ തന്നെ അധികം കയ്പൊന്നുമില്ലാത്ത അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം വരുന്ന പാവയ്ക്ക കഴുകി കുരുവെല്ലാം കളഞ്ഞ് വെള്ളമെല്ലാം നന്നായി പോയ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കാം. അതൊരു 10-12 മണിക്കൂർ നമുക്ക് മൂടി വയ്ക്കണം. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ഇതെടുത്തിട്ട് പാവയ്ക്കയുടെ നീരിങ്ങനെ പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ പാവയ്ക്കയുടെ ഒരുവിധം കയ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ കരിയാതിരിക്കാനായിട്ട് തീ ഓഫ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പാവയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇളക്കി വീണ്ടും തീ ഓൺ ചെയ്യാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണ കൂട്ടി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ അച്ചാറൊക്കെ കേട് വരാതിരിക്കാനായിട്ട് എണ്ണ സ്വല്പം മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് തീയിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം. ഈ സമയത്ത് നമുക്ക് പോരായ്കയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പാവയ്ക്ക വറുത്തെടുക്കുക ചെയ്യാറ്. നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കയ്പ് കുറഞ്ഞിട്ടുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം അല്പം പഞ്ചസാരയും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കയ്പും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആവാൻ മാത്രമാണ്. അല്പം പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.